ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ഇരിപ്പുണ്ടോ? നമുക്ക് അടിപൊളി ഒരു ഡെസേർട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പാൽ തിളപ്പിക്കുക. ഒരു 1/2 ലിറ്റർ പാലുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് കസ്റ്റർഡ് പൗഡർ, വാനില ഫ്ലേവറിൻ്റെ കസ്റ്റർഡ് പൗഡർ പാലിനകത്ത് മിക്സ് ചെയ്തിട്ട് ഈ തിളച്ച പാലിലേക്ക് നമ്മൾ ഒഴിച്ച് അതൊന്ന് കുറുക്കിയെടുക്കണം. ഒരുപാട് കുറുകണ്ട, എന്നാലും ഒരു ആവറേജ് ഒന്ന് കുറുകണം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം, ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചെടുത്താൽ മതി. അതിൻ്റെ പകുതി, ഒരു കവറിൻ്റെ പകുതി എടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഇത് ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്യണമെന്നില്ല. ഞാൻ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ബീറ്റ് ചെയ്ത് നിന്നേ ഉള്ളൂ. ഇതന്നെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ബ്രെഡ്, നിങ്ങളുടെ അടുത്ത് ഏത് ബ്രെഡാണോ ഉള്ളത് അതെടുക്കാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഗോതമ്പിൻ്റെ ബ്രെഡാണ്, അതുകൊണ്ട് ഞാൻ അതെടുക്കുന്നു. അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തിളപ്പിച്ച് വെച്ച പാലിനകത്തേക്ക് കുറച്ച് വാനില എസൻസ്, ഒരു 2 തുള്ളി വാനില എസൻസ് കൂടെ ഒഴിക്കണം, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാം. ഇത് അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇത് വായിലിട്ടാൽ നല്ലപോലെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇനി നമുക്ക് പുഡിങ്ങിനായിട്ട് ട്രേയിൽ, ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് ഈ പാൽ കാച്ചി വെച്ചത് അത് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് ഇട്ടു. അതിന് മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ചു. പിന്നീട് നമ്മൾ നട്ട്സ് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് നട്ട്സാണ് നിങ്ങളുടെ അടുത്തുള്ളത് അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇടാം. അങ്ങനെ എല്ലാം ലെയറായിട്ട് ഒരു 2-3 ലെയറാക്കി നമ്മൾ റെഡിയാക്കി എടുത്തു. നല്ല സൂപ്പർ പുഡിങ്ങാണിത്. നല്ല ഒരു പുഡിങ് തന്നെയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇത് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വരെ വെക്കുക. എന്നിട്ട്